നമുക്ക് ഈ സ്ലൈഡിൽ കാണുന്നത് നോബൽ സമ്മാനം കിട്ടിയ ഒരാളാണ്, റിച്ചർഡ് ഫൈൻമൻ. പുള്ളിക്കാരന്റെ ഷുവർലി യു ആർ ജോക്കിംഗ് മിസ്റ്റർ ഫൈൻമൻ എന്നുള്ള ആത്മകഥാംശമുള്ള ഒരു പുസ്തകത്തിൽ നിന്ന് പുള്ളിക്കാരൻ ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മറ്റുള്ളവരെ നോക്കി പറയുന്ന കാര്യമാണിത്. ഇവർക്ക് എന്തിന്റെ കേടാണെന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഫൈൻമൻ ഇവിടെ ചോദിക്കുന്നത്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് കുഴപ്പം, ഇവർക്ക് മനസ്സിലാക്കി പഠിച്ചുകൂടെ, എന്തുകൊണ്ട് മനപ്പാഠം പഠിക്കുന്നു എന്നാണ് ഫൈൻമന്റെ ലളിതമായിട്ടുള്ള ചോദ്യം. ഫൈൻമൻ അത് മനസ്സിലാകുന്നില്ല. ഒരു യുവശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ അത് ഫൈൻമന് പെർസീവ് ചെയ്യാനേ പറ്റുന്നില്ല. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസന്റേഷൻ തുടങ്ങുന്നത്. അത് എല്ലായ്പ്പോഴും നമ്മുടെ ഒരു ശീലമായി പോയി ഫൈൻമനെ കോട്ട് ചെയ്തുകൊണ്ട് തുടങ്ങുക എന്നുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് സ്ലൈഡ് അങ്ങനെ വെച്ചതാണ്. ഇതാണ് എന്റെ വിഷയം, ശാസ്ത്ര വിദ്യാഭ്യാസം, ഒരു വിദ്യാർത്ഥിയുടെ വീക്ഷണം. ഞാൻ കണ്ണൻ കീച്ചേരിയിൽ മൂവാറ്റുപുഴക്കാരനാണ്. ശാസ്ത്ര വിദ്യാഭ്യാസം എന്നുള്ള കാര്യത്തിൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് എന്ത് നിലപാടുണ്ടെന്നുള്ളത് എന്റെ കുറെ ചിതറിയ ചിന്തകളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പലപ്പോഴും പായാരം പറച്ചിലായിട്ട് തോന്നാം, ഇന്ത്യയിൽ സയൻസ് നന്നായിട്ട് പഠിപ്പിക്കാനുള്ള കഷ്ടം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ചിലപ്പോൾ പായാരം പറച്ചിലായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ കൂടി ഇതിനെ ഒരു ഓർഡേർഡ് ആയിട്ടുള്ള ഒരു ക്രമത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ട് ഇതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, ഇതൊട്ടും ഹെവിയല്ല, ആർക്കും മിക്കവാറും പേർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രസന്റേഷനാണ്. ഇനിയിപ്പോ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലും ലോകത്തും ശാസ്ത്ര വിദ്യാഭ്യാസം നടക്കുന്നത് എന്നുള്ളതിനെ നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടാണ്. എങ്ങനെയാണ് ശാസ്ത്ര വിദ്യാഭ്യാസം നടക്കുന്നത്? ബൈ റോട്ട് ഓഫ് സംതിങ് എന്ന് റിച്ചർഡ് ഫൈൻമൻ മുമ്പുള്ള കോട്ടിൽ പറഞ്ഞ മനപ്പാഠം പഠിച്ചാണ്. ആവർത്തനത്തിലൂടെ പഠിക്കുന്ന ചില സാധനങ്ങളുണ്ട്, പക്ഷെ അത് അല്ല ആവർത്തനത്തിലൂടെ മിക്കവാറും പഠിക്കുന്നത്. സയൻസ് ടെക്സ്റ്റിലെ വരികൾ അതേപോലെ തന്നെ അർത്ഥം മനസ്സിലാക്കാതെ പഠിച്ച് ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം എന്ന് പോലും അറിയില്ല. ഇവിടെ എല്ലാവരും ഹൈസ്കൂൾ പാസ്സായവരല്ലേ ഇരിക്കുന്നത്? ആണല്ലോ അല്ലേ? നമ്മുടെ ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമവും ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റും ഒറ്റ സാധനമാണ്. എത്ര പേർക്ക് അത് അറിയാമായിരുന്നു? ഇറ്റ്സ് സെയിം തിങ്, ദർ ഇസ് നോ ഡിഫറൻസ്, എഫക്റ്റീവ്ലി നോ ഡിഫറൻസ്. പ്രവർത്തനത്തിൽ യാതൊരു വ്യത്യാസവുമില്ലാത്ത കാര്യങ്ങളാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. ഞാൻ ഫിസിക്സ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് പറഞ്ഞാൽ മെഡിസിനിൽ ഇതിലും വലിയ തെറ്റിദ്ധാരണകൾ എനിക്ക് മഹാവിഘ്നങ്ങൾ ഞാനും ധരിച്ചു വെച്ചിട്ടുണ്ടോ. ഇതാണ് ഈ നമ്മുടെ ശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ. ശാസ്ത്രത്തിന്റെ മെത്തേഡ് എന്തെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയും. എന്നൊക്കെ നന്നായിട്ട് ശാസ്ത്ര മെത്തേഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പോയിന്റുകൾ മനപ്പാഠം പഠിച്ച് എസ് എഴുതി ജയിക്കുന്ന പിള്ളേർ എന്റെ ക്ലാസ്സിലുണ്ട്. പക്ഷെ ഈ സാധനം എന്താണെന്ന് അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രമില്ലാത്ത ശാസ്ത്ര വിദ്യാഭ്യാസമാണ്, മറ്റെന്തോ ആണ്. രീതിശാസ്ത്രത്തിന് ഊന്നലില്ലാതെ ഈ നമ്മുടെ പോയിന്റുകൾ, ഞാനിപ്പോ നമ്മുടെ ഈ രണ്ട് സിദ്ധാന്തങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ആ ബോധമില്ലാതെ പഠിക്കുന്ന, രീതിശാസ്ത്രമില്ലാത്ത, ചോദ്യം ചെയ്യൽ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത, ഞാൻ ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും ഉത്തരം പറയുവാല്ല, നിന്റെ ചോദ്യം എനിക്ക് അറിയില്ല, നമുക്ക് സ്വയം പരിശോധിക്കാന്ന് പറഞ്ഞ് ഞാൻ കോളേജിലെത്തിയതിനു ശേഷം മാത്രമേ ഞാൻ അങ്ങനെ ഒരു ഉത്തരം ഇതിന് ആത്മാർത്ഥമായിട്ട് കേട്ടിട്ടുള്ളൂ. അതാണ് സംഭവിക്കുന്നത്. ക്വിസ് മത്സരം പോലെ ശാസ്ത്ര പരീക്ഷകൾ നടക്കുന്ന ഇന്ത്യൻ സാഹചര്യമാണ്. നമുക്ക് ഇനി ഇതിൽ നിന്ന് നമ്മൾ വരുന്നത് ഇതിന്റെ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ഇതിന്റെ ഇപ്പൊ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിന്റെ ദുരന്തം. ഇന്ത്യയില് പണ്ട് വിമാനങ്ങൾ ഉണ്ടായിരുന്നത് ചില്ലറ വിമാനങ്ങളല്ല, ഗോളാന്തര യാത്ര നടത്തുന്ന വിമാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ചൊവ്വയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന വിമാനങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. വിമാനങ്ങൾ, റോക്കറ്റ് അല്ല, വിമാനം. ഈ സാധനം ഉണ്ടായിരുന്നു എന്നാണ് അന്ന് നമ്മുടെ ക്യാപ്റ്റൻ ആനന്ദ് അവിടെ പറഞ്ഞത്. ഭയങ്കര ചില്ലറ വിമാനമൊന്നുമല്ല. നമ്മുടെ പുഷ്പ ഭാർഗവ, നമ്മുടെ ഇന്ത്യയിലെ പ്രീമിയർ റാഷണലിസ്റ്റ് ആയിട്ടുള്ള പുഷ്പ ഭാർഗവ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, നമ്മുടെ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിനെ ഇനി ഇന്ത്യൻ സ്യൂഡോ സയൻസ് കോൺഫറൻസ് വിളിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ സ്യൂഡോ സയൻസ് കോൺഗ്രസ് എന്ന് വിളിക്കണം. കാരണം അവിടെ ഇപ്പൊ നടക്കുന്നത് രാഷ്ട്രീയക്കാരുടെ ഇൻഫ്ലുവൻസ് ഉള്ള കുറെ സയൻസ് വെച്ചിട്ടുള്ള മമ്പോജമ്പോ ആണെന്ന് ഞാൻ പാരഫ്രൈസ് ചെയ്യാണ്, കറക്റ്റ് കോട്ടല്ല, എന്നാലും അങ്ങനെ പറഞ്ഞിരുന്നു ഒരു ലേഖനത്തില്. അതാണ് ഇന്ത്യൻ കവടശാസ്ത്ര കോൺഗ്രസ് ആണ് അവിടെ നടക്കുന്നത്. ഇനി ചിലര് പറയുന്നു അത് ഒറ്റ ക്ലാസ് അല്ലേ? അല്ല, അവിടുത്തെ ആ സെക്ഷനിലുള്ള, നിങ്ങൾ രണ്ട് സൈഡിലായിട്ട് നോക്കുക,
അതേ സെഷന്റെ പേര് ഇതാണ്, ഏൻഷ്യൻ സയൻസസ് ത്രൂ സാൻസ്ക്രിറ്റ്. ഞാൻ അവിടെ അതിന്റെ നോട്ടീസ് എടുത്തിട്ടുണ്ട്. ഏൻഷ്യൻ സയൻസസ് ത്രൂ സാൻസ്ക്രിറ്റ് എന്നാണ് ആ സെഷന്റെ പേര്. അവിടെ ഉള്ളതാണ് ഏൻഷ്യന്റ് ഇന്ത്യൻ സയൻസസ്, ന്യൂറോ സയൻസ് ഓഫ് യോഗ, അഡ്വാൻസസ് ഇൻ സർജറി ഇൻ ഏൻഷ്യൻ ഇന്ത്യ. ഇതൊക്കെ ഇനി സംസ്കൃതത്തിൽ റിസർച്ച് നടത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ അവസാനത്തെ സെഷൻ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി. ഇതാണ് അവിടെ ആ സെഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമാണെന്ന് പലരും പറഞ്ഞു, അത് ശരിയല്ല. ആ സെഷൻ തന്നെ അന്ന് മലീമസമായിരുന്ന സെഷനായിരുന്നത്. പിന്നെ മറ്റു ദുരന്തങ്ങൾ ഇത് നമുക്കൊന്ന് നോക്കിയാൽ അറിയാം. ഡിഫ്തീരിയ കൊണ്ട് കുട്ടികൾ മരിച്ച കാര്യം ഇവിടെ മിക്കവാറും റാഷണലിസ്റ്റുകൾക്ക് അറിയായിരിക്കും. പിന്നെ നമ്മുടെ ശ്രീനിവാസൻ, അവിടെ അതൊരു ദുരന്തമാകുമ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരു കാര്യമില്ലാതെ കയറി അഭിപ്രായം പറയുന്നത്. അദ്ദേഹം ഡാറ്റ പരിശോധിച്ചിട്ടുണ്ടെന്നോ ഈ വിഷയത്തിൽ പഠിച്ചിട്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ദുരന്തമാവുന്നത്. പിന്നെ മിഡ് ബ്രെയിൻ ഫണ്ട് ഞാൻ നേരിട്ട് അഡ്രസ് ചെയ്തുകൊണ്ടാണ് അന്താരാഷ്ട്ര യോഗാ ദിനം നടന്നത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിക്കണം. കാരണം അത് നമ്മുടെ അയനാന്തത്തിലാണ് നടന്നത്. അത് ഒരു ആസ്ട്രോണമിക്കൽ റെലവൻസ് ഉള്ള ദിവസമാണ്. അതിനെ ഇവർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി. വലിയ ഐറണിയാണത്. ഞാനതൊരു വലിയ സ്ലൈഡാക്കി ഇട്ടുന്നതാണ്. പിന്നെ സമയം കട്ട് ചെയ്തപ്പോൾ ഇതിങ്ങനെ ചുരുങ്ങിപ്പോയതാണ്. പിന്നെ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ, ഇത് ആറ്റോമിക് റിസർച്ച് സെന്റർ, അത് ഞാൻ കറക്റ്റ് സ്ഥലം മറന്നുപോയി. പക്ഷെ എന്തായാലും സായിബാബയുടെ ഫോട്ടോ വെച്ച് നടത്തരുത്. അതിന്റെ ഫോട്ടോകൾ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഈ പ്രീതി ക്ലാസ്സിലും നമ്മുടെ കൂട്ടത്തിൽ ഒരാളൊക്കെ ഷെയർ ചെയ്തിരുന്നു. സായിബാബയാണ് അവിടെ. ഇപ്പോ വിദ്യാഭ്യാസത്തിലൂടെ നടക്കുന്നത് സയൻസ് ഈ നമ്മള് സയൻസിനെ പ്രചരിപ്പിക്കലല്ല, സ്യൂഡോ സയൻസ് അല്ലെങ്കിൽ ആന്റി സയൻസ് പ്രചരിപ്പിക്കലാണ്. ഈ പ്രചരിപ്പിക്കൽ മാത്രമല്ല, അതിനെ മിനിമം പ്രതിരോധിക്കുകയെങ്കിലും ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വിദ്യാഭ്യാസം വരണ്ടേ. നമ്മള് ഇപ്പോ ഉള്ള ഇത് ഇന്ത്യയിൽ മാത്രമാണെന്ന് നമ്മളിത് വിചാരിക്കരുത്. അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നിൽക്കുന്ന ഹവാർഡിൽ നിന്ന് മാഗ്ന കം ലൗഡെ ലോ ഡിഗ്രി പാസ്സായിട്ടുള്ള ടെഡ് ക്രൂസ്, പുള്ളിക്കാരന് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ സയൻസ് നിലവാരമില്ല എന്നാണ് ഒരു പഠനം തെളിയിച്ചത്. ഈ ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ സയൻസ് നോളജ് ഇല്ല. ഇതാണ് നമ്മുടെ അമേരിക്കയുടെ എക്സാമ്പിൾ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. എവിടെ നോക്കിയാലും പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പലർക്കും ഇതിന്റെ വേണ്ട ആവശ്യമായിട്ടുള്ള നോളജ് ഇല്ല. അപ്പോ എന്തുകൊണ്ടായിരുന്നു നമ്മൾ എന്തിനാണ് സയൻസ് എന്നുള്ള ഒരു സയൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. എയിംസ് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ, വൈ ഇസ് ഇറ്റ്? അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീക്ഷണമാണ്. ഇതൊരു പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു റെഫറൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നൊന്നുമല്ല. ഞാൻ ഒരു വിദ്യാഭ്യാസ വിദഗ്ധന്റെ പുസ്തകം പോലും ഈ അവതരണം തയ്യാറാക്കാൻ വേണ്ടി വായിച്ചിട്ടില്ല. അതാണ് അതിന്റെ സത്യം. അപ്പോ ശാസ്ത്രത്തിന് വേണ്ടി ആണ് ഒരു ആവശ്യം. സയൻസ് വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രത്തിൽ ശേഷിയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. മാത്രമല്ല ശാസ്ത്രത്തെ ഒരു നല്ല ചോയ്സ്, ഇറ്റ്സ് എ ലൈഫ് ടൈം, ഇറ്റ്സ് ആക്ച്വലി എ കരിയർ ചോയ്സ്. അത് നല്ലൊരു ചോയ്സ് ആക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട്, പിന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട് ശാസ്ത്രബോധം വളർത്താനും ജനങ്ങളിൽ ഇപ്പോ എന്താ പറയാ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആള് മരിച്ചു പോകില്ല എന്നുള്ള ഐഡിയ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതും ഇതിന്റെ ആവശ്യമാണ്. പക്ഷെ ഇത് രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസം വേണമെന്നല്ല ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസം ഒന്ന് തന്നെ ഒരു ഒറ്റ സമ്പ്രദായം തന്നെയാണ് വേണ്ടത്. പക്ഷെ രണ്ടെണ്ണമായിട്ടല്ല ഞാൻ പറയുന്ന രണ്ട് ലക്ഷ്യങ്ങൾ സാധിക്കുന്ന ഒരേ വിദ്യാഭ്യാസം. ഈ രണ്ട് മേഖലകളിൽ ഇന്ത്യ എങ്ങനെ, ലോകം എങ്ങനെ ആകണം എന്നതിനെ കുറിച്ച് നമ്മളൊരു അവലോകനം നടത്തി വരികയാണ്. അപ്പം ഇനി ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് ശാസ്ത്ര വിദ്യാഭ്യാസം നടക്കുന്നുണ്ട് കുറെയൊക്കെ. അതിന്റെ കാരണം ഞാൻ BNS സ്ഥാന്റെ അവിടെ അബദ്ധത്തിൽ എടുത്തിട്ടതല്ല. സയൻസ് എന്നുള്ള രീതിയിൽ സയൻസ് ഇസ് ആക്ച്വലി എ മീം. സയൻസ് എന്ന് പറയുന്ന മീമ് നമ്മള് പറയുന്നതനുസരിച്ച് സയൻസ് ഒട്ടും സിമ്പിളും അല്ല, വളരെ പവർഫുൾ അല്ല, താനും വളരെ ദുർബലമായിട്ടുള്ള സാധനമാണ്. സയൻസ് എന്ന് പറയുന്നത് പലതവണ നമ്മുടെ പ്രാചീന അറേബ്യയിൽ ഉള്ള ഒരു ചിന്താധാരയും അതിനു മുമ്പുള്ള ചൈനയിലുള്ളൊരു ഈ ചിന്താധാരയും സയൻസിന് സിമിലർ ആയിട്ടുള്ള നമ്മൾ എക്സ്റ്റിങ്വിഷ് ചെയ്തു പോയത്, കെട്ടുപോയത് നമുക്കറിയാം സയൻസ് എന്നുള്ള അഗ്നി. അതുകൊണ്ട് ഇത് വളരെ ദുർബലമായിട്ടുള്ള കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് കാശ് മുടക്കുള്ള കാര്യം കൂടിയാണ് സയൻസ്. ഈ നമ്മള് ഒന്നാമത് പുതിയ ശാസ്ത്രജ്ഞന്മാര് വേണം. ശാസ്ത്രജ്ഞന്മാരുടെ തലച്ചോറിൽ ഇനിയും സർവൈവ് ചെയ്യൂ. അപ്പോ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പുതിയ ശാസ്ത്രജ്ഞന്മാരുടെ തലച്ചോറ് വേണം. രണ്ട്, ഇത് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വേണം. ശാസ്ത്രജ്ഞരല്ലാത്ത ഈ നമ്മുടെ ബിസിനസ് മാഗ്നറ്റ്സിനെയൊക്കെ ചാക്കിടണം, കുറച്ച് കള്ളം പറഞ്ഞിട്ടാണെങ്കിൽ കൂടി. അതിന്റെ കൂടി ആവശ്യമുണ്ട് സയൻസിൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു നമ്മുടെ ശാസ്ത്രത്തിന് വേണ്ടി ശാസ്ത്ര വിദ്യാഭ്യാസം നടക്കുന്നത്. ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് വേണ്ടത് അന്വേഷിക്കാൻ കഴിവുള്ളവരെ കണ്ടെത്തുക, അവർക്ക് നന്നായിട്ട് അന്വേഷിക്കാൻ ത്വരയുള്ളവരെ സയൻസിന്റെ രീതി പഠിപ്പിക്കുക. നന്നായിട്ട് അന്വേഷിക്കാൻ കഴിവുള്ളവർ വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അവർ അന്വേഷിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തും.
അവരെന്തെങ്കിലും സ്യൂഡോ സയൻസ് ആയിരിക്കും കണ്ടെത്താം. അങ്ങനെ സയൻസിന്റെ രീതി വ്യക്തമായി പഠിപ്പിക്കുക, ചോദ്യങ്ങളെ സയൻസിന്റെ രീതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അടുത്ത തലമുറ ശാസ്ത്രജ്ഞന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള ശാസ്ത്രത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. പിന്നെ ഫണ്ട് കിട്ടാൻ പാകത്തിന് ശാസ്ത്രം ആകർഷകമാക്കുക. ഇപ്പൊ സത്യത്തിൽ ഫണ്ട് കിട്ടാൻ പാകത്തിന് ശാസ്ത്രം ആകർഷകമാണെന്നുള്ളതാണ് ഒരു സത്യം. അപ്പൊ പിന്നെ ഇപ്പൊ അത് നടക്കുന്നത് ക്ലാസ് റൂമുകളിലല്ല. ജനപ്രിയ ശാസ്ത്രം, അതായത് പോപ്പുലർ സയൻസ് എന്ന് പറയുന്ന ശാസ്ത്രത്തിന് പുറത്ത് ഇത് ഞാൻ കുറെ ഉദാഹരണങ്ങൾ എടുത്തിട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം ഫോറിൻ ഉദാഹരണങ്ങളാണ്. നമ്മുടെ ഇവിടെ സയൻസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ബിൽനായത് സയൻസ് ഡേ കണ്ടവരുണ്ടെങ്കിൽ, നമ്മുടെ മലയാളം അവതരണങ്ങൾ കണ്ടിട്ടോ, നമ്മുടെ നെടുമുടി മേനോന്റെ ഒരു അവതരണം ഉണ്ടായിരുന്നു ദൂരദർശനിൽ സയൻസിനെ കുറിച്ച് എന്തോ, ഞാനത് പേര് വിട്ടുപോയി. രസമുള്ള ഒരു അവതരണമായിരുന്നു. പക്ഷെ അതൊന്നും അധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ കോസ്മോസ് കണ്ടിട്ടുണ്ടാവും കുറച്ചു പേരെങ്കിലും. കോസ്മോസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലപ്പോ ചിലര് തൂതബോംബുകൾ കണ്ടിട്ടുണ്ടാവും. അത്രയൊക്കെ ഉണ്ടാവും. അപ്പുറത്തെ സൈഡില് ഫിസിക്സ് ഫോർ എന്റർടൈൻമെന്റ് വായിച്ചവരോട് ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം നല്ല പുസ്തകമാണ്. ഇങ്ങനെ ഞാൻ കുറച്ച് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറെ പുസ്തകങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ ഇട്ടതാണ്. പിന്നെ ഇന്ത്യയില് സത്യത്തിൽ ഇങ്ങനെയുണ്ടോ എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഞാൻ നെടുമുടിയുടെ ക്ലാസ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞാണ്, ആരും കാണാതെ പോകുന്ന ധാരാളം ശാസ്ത്ര ക്ലാസ്സുകളുണ്ട്. നല്ല ക്ലാസ്സുകൾ ഇന്റർനെറ്റിൽ പല മൂലയ്ക്കും കിടപ്പുണ്ട്. ആരും കാണാതെ പോകുന്ന ക്ലാസ്സുകൾ. ബിഗിനേഴ്സ് ഇൻ ഫിസിക്സ് പഠിച്ചവരാരെങ്കിലും ഉണ്ടോ? ഫിസിക്സ് ഡിഗ്രിക്കാര് ഒന്ന് കൈവക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ. നിങ്ങൾ ആരെങ്കിലും ബിഗിനേഴ്സ് ഇൻ ഫിസിക്സ് എന്നുള്ള പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫിസിക്സിനെ കുറിച്ച് ഉള്ള ജി വെങ്കട്ടരാമൻ, അദ്ദേഹം അത് 1980s എഴുതിയതാണ്. പ്രായമായെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു പുസ്തകമല്ല, ഇറ്റ്സ് എ സീരീസ് ഓഫ് ബുക്സ്. ബിഗിനേഴ്സ് ഇൻ ഫിസിക്സ് ഇസ്ലാം ഡോക്ടർ വായിച്ചിട്ടുണ്ട്. ആള് ഭയങ്കരനാണ്. ഫിസിക്സ് അല്ലാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ബിഗിനേഴ്സ് ഇൻ ഫിസിക്സ് അത് ഒരു സീരീസ് ഓഫ് ബുക്സ് ആണ്. അത് വളരെ നല്ല പുസ്തകങ്ങളാണ് ഫിസിക്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ടച്ചിങ് ലൈഫ്സ് ആരെങ്കിലും വായിച്ചവരുണ്ടോ ഇവിടെ? ISRO കുറിച്ചുള്ള പുസ്തകമാണ്. ISRO ടച്ചിങ് ലൈഫ്സ്, RK ദാസ്. ISROയുടെ ലിറ്റിൽ നോൺ ടൈംസ് ഓഫ് ദി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ ഈ പേര്. അതിന്റെ ISRO ശരിക്കും എന്ത് ചെയ്തു? നമ്മുടെ വെള്ളം എത്തിക്കുന്നതിലും TV ചാനലുകളിലൂടെ കുട്ടികൾ വിദ്യാഭ്യാസം നടത്തുന്നതിലും ഇന്ത്യൻ ഫണ്ടമെന്റൽ ഡെവലപ്മെന്റിൽ ISROയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പറയുന്ന ഒരു പുസ്തകം. അതൊന്ന് വായിച്ചാൽ നമ്മുടെ മനസ്സ് തകർന്നു പോയി. ഈ പറഞ്ഞ നമ്മളെ ISROയില് ഈ അവരൊരു സാധനം ചൊവ്വയിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ഇവർ ഇതിന് ഗുണമില്ലാന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കണം. ഇത് എന്തോരം ഗുണം ഉണ്ടെന്നുള്ളതിന് ഇവർ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, എന്താ നടക്കുന്നതെന്ന് ശരിക്കും. അപ്പോ പക്ഷേ ഈ പുസ്തകങ്ങള് നമ്മുടെ, എനിക്ക് തോന്നുന്ന അവിടെ നിന്ന് കൈപൊക്കിയത് ആളുകള് സയൻസിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കണം. പക്ഷെ ശാസ്ത്രാഭിരുചി ഉള്ളവർ പോലും ഈ പുസ്തകങ്ങളിലേക്കൊന്നും എത്തുന്നില്ല. ബിഗിനേഴ്സ് ഇൻ ഫിസിക്സ് നല്ല കിടിലൻ പുസ്തകമാണ്. അതിലേക്കൊന്നും ആരും എത്തുന്നില്ല ഇന്ത്യയിൽ. ഈ എങ്ങനെ എത്തുന്നില്ലെങ്കിൽ പോലും ബാക്കിയുള്ളവർക്ക് കൊള്ളുന്നുണ്ട്. നിങ്ങൾക്കത് വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. TM ജയരാമൻ എന്നുള്ള ഒരാള് നമ്മുടെ ശാസ്ത്ര ചിത്തവൃത്തി ഇന്ത്യയിൽ ഇല്ല, അത് കുറയുന്നു എന്ന് പറഞ്ഞ ഒരാള് മാതൃഭൂമിയിൽ ലേഖനം എഴുതിയപ്പോ യുക്തിയുടെ മരണത്തിന്റെ പ്രധാന പ്രതികൾ ഫിസിക്സ് ആളുകളാണ്, ഫിസിക്സ് പഠിപ്പിക്കുന്ന ആളുകളാണ്. അവര് ഈ എല്ലാ പുരാണങ്ങളും പഴംപുരാണങ്ങളാണ്. ബിഗ് ബാങ് ഒരു പഴംപുരാണമാണ്. ബ്ലാക്ക് ഹോളിനകത്ത് കയറി ആരും പരീക്ഷണം നടത്തിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ബിഗ് ബാങ് നടന്നു പറയാ? ഇങ്ങനെയൊക്കെയുള്ള നല്ല കിടിലുന്ന ആർഗ്യുമെന്റുകളാണ്. ഈ സ്ലൈഡ് ശരിക്കും ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തല്ല, അതുകൊണ്ടാണ് ഇത് അത്ര ക്ലിയർ അല്ലാത്തത്. ഇത് ഞാൻ ബിഗ് ബാങ്ങിനെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ, ബിഗ് ബാങ് എന്തുകൊണ്ട് പുരാണമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കിയതെന്നുള്ളൊരു സ്ലൈഡാണ്. ഞാനത് കോപ്പി ചെയ്തിട്ടാണ്. അപ്പോ ഇവർക്ക് ഇപ്പൊ കൊള്ളുന്നുണ്ട്. ഇപ്പോ പോലും ഇപ്പോഴുള്ള ഈ ഭാഗികമായിട്ടുള്ള പ്രചാരണം പോലും നമ്മുടെ എതിർപക്ഷം എന്ന് പറയാവുന്ന ഒരു പക്ഷത്തിന് കൊള്ളുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മള് ഇത് എത്ര ഇതല്ല എന്ന് പറഞ്ഞാലും ശാസ്ത്ര വസ്തുതകൾ പലപ്പോഴും പലരിലും എത്തുന്നുണ്ട്. സയൻസിന്റെ ഒരു ചിന്താരീതിയോ ബോധമോ എത്തുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതെത്തിക്കാൻ എന്ത് ചെയ്യുന്നു നമ്മൾ ചോദിക്കുമ്പോഴാണ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത്. സമൂഹത്തിന് വേണ്ടി എന്തെന്ന്, അതാണ് ജെയിംസ് റാൻഡിയും കാൾ സാഗനും ചെയ്യുന്ന കാര്യങ്ങൾ. സാഗന് റാൻഡിയോടും റാൻഡിക്ക് സാഗനോടും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിപ്പുകളുണ്ട്. പക്ഷെ രണ്ടുപേരും പരസ്പരം പുകഴ്ത്തുന്നുമുണ്ട്. നമുക്ക് അവർ രണ്ടുപേരും ആ കാലത്ത് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചാൽ റാൻഡി അറഗണ്ടാണെന്ന് സാഗൻ പറയുന്നുണ്ട്. സാഗൻ വളരെ കുറച്ച് റൊമാൻറ്റിസൈസ് ചെയ്യുന്നു, റിയൽ വേൾഡിലേക്ക് ഇത്തിരിയോടെ വരണം എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് റാൻഡി ഇടയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ
സയൻസിന്റെ രീതിശാസ്ത്രം പഠിപ്പിക്കുക, അതിന് നമുക്ക് ഏറ്റവും നല്ല വഴിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പലപ്പോഴും അപ്രോച്ച് ചെയ്തിട്ടുള്ളത് സ്യൂഡോ സയൻസ് ഡിബങ്ക് ചെയ്യലാണ്. കാരണം സയൻസ് എന്താണെന്ന് മാത്രം പഠിപ്പിച്ചാൽ പോരാ, സയൻസ് എന്തല്ല എന്നുകൂടി പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഒരു പുതിയ സാധനം വരുമ്പോൾ ഇതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് ആളുകൾക്ക് വരണം. അതാണ് നമുക്ക് ശാസ്ത്രബോധം വളർത്തുന്നതിലെ ഏറ്റവും ഇത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ശാസ്ത്ര വസ്തുതകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ പഠിക്കുക. നമ്മള് കണ്ണ് എന്ന് പറയുന്നത്, കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ നമ്മുടെ മിഡ് ബ്രെയിനിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞാണ്, ഫിസിക്സിലുള്ള ലൈറ്റിന്റെ ആണ്, അല്ലാതെ ന്യൂറോ സയൻസിന്റെ പ്രശ്നമല്ലത്. ഫിസിക്സിലുള്ള ലൈറ്റിന്റെ സിമ്പിൾ കേസാണ്. ലൈറ്റ് ഇല്ലാതെ കളർ എന്നുള്ള ഒരു ഫിനോമിനൻ ഇല്ല. പിന്നെ എങ്ങനെ ഇവർ കളർ തിരിച്ചറിയും? വിത്തൗട്ട് ഹാവിംഗ് ലൈറ്റ്, പ്രകാശമില്ലാതെ നിറമില്ല. പിന്നെ എങ്ങനെ നിറം തിരിച്ചറിയുന്ന ഇവര് പറയുന്ന ക്ലെയിമിന് വാലിഡിറ്റി ഉണ്ടെന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് ഈ ഇതിനെ നമ്മൾ അതിലേക്ക് ബന്ധിപ്പിക്കാൻ പഠിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മുടെ തെറ്റിദ്ധാരണകൾ തിരുത്താനുള്ള മനോഭാവം എപ്പോഴും ഉണ്ടാവണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്യൂഡോ സയൻസ് ഡിബങ്ക് ചെയ്യാൻ എല്ലാവരും പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാവേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ശാസ്ത്ര വസ്തുതകൾ. നമ്മൾ എത്ര പറഞ്ഞാലും അത് ആളുകൾ അറിയണം. ഇപ്പോ വാക്സിനെ കുറിച്ച് എല്ലാവരും ഗവേഷണം നടത്തി സ്വയം കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ന്യൂട്ടന്റെ 1ാം ചലന നിയമം ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അങ്ങനെ ഒരു സാധനം നമ്മുടെ ലോകത്ത് മോറോർലെസ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒരു ഹൈസ്കൂൾ കുട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അവൻ അല്ലെങ്കിൽ അവൾ ജീവിക്കുന്ന ലോകത്ത് റെലവെന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് അവരറിഞ്ഞിരിക്കുന്നുണ്ട്, ശാസ്ത്ര വസ്തുതകൾ. പിന്നെ ഹൗ സയൻസ് വർക്ക്സ്. ഇവരൊരു പുതിയ അറിവുണ്ടാക്കാൻ ഏത് മേഖലയിലും ആവട്ടെ, സോഷ്യൽ സയൻസിലാവട്ടെ, എന്ത് മേഖലയിലും പുതിയൊരു അറിവുണ്ടാക്കാൻ സയൻസിനേക്കാൾ നല്ലൊരു മെത്തേഡ് ഇല്ല. അതുകൊണ്ട് സയൻസിന്റെ രീതിശാസ്ത്രം അറിയണം. പിന്നെ പലപ്പോഴും ഈ സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന സാധനം എങ്ങനെ ഉണ്ടാവുന്നു അതിനെ തിരിച്ചറിയാനുള്ള കുറച്ച് ഷോർട്ട് ഹാൻഡ് മെത്തേഡ്സ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു പ്രസന്റേഷൻ നടത്താൻ മൂവാറ്റുപുഴയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് ആരും കണ്ടിട്ടില്ല, വീഡിയോയും ഇല്ല, അതൊന്നും കുഴപ്പമില്ല. പിന്നെ എങ്ങനെയാണെന്നുള്ളത് ഇത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, എനിക്ക് അറിയില്ല ഇത് എങ്ങനെ ചെയ്യണമെന്ന്. സയൻസ് പഠിച്ചവര് ശാന്തമായിരിക്കാതെ വയലന്റ് ആവുക എന്നുള്ളതും സയൻസിന്റെ സോഷ്യൽ റെലവൻസ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയും അതിനെപ്പറ്റി സയൻസ് എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, കുട്ടികളെ എങ്ങനെ, അടുത്ത ജനറേഷൻ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി വളരെ റെലവന്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടന്നാലേ നടക്കുള്ളൂ. അതിന് ഇപ്പൊ ശാസ്ത്ര വിദ്യാഭ്യാസം എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റി ഒരു ശാസ്ത്രീയ ചർച്ച നടക്കേണ്ടതാണ്. അതാണ് ഞാൻ പറയുന്നത്. അതിനെപ്പറ്റി വലിയ ചർച്ചകൾ ശാസ്ത്രബോധമുള്ളവർ തന്നെ നടക്കണം. ഞാൻ പറയുന്നത് എങ്ങനെ ശാസ്ത്രം പഠിപ്പിക്കണം എന്നുള്ളതിന് റിച്ചർഡ് ഡോക്കിൻസ് 1991 നടത്തിയ നമ്മുടെ ക്രിസ്മസ് ലെക്ചേഴ്സ്, ഗ്രോയിങ് അപ്പ് ഇൻ ദ യൂണിവേഴ്സ്. ക്രിസ്മസ് ലെക്ചേഴ്സ് എന്താണെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഫാരഡെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സാധനമാണ്. മൈക്കൽ ഫാരഡെ എന്ന് പറയുന്ന ആള് ഇത് കുട്ടികളുടെ സയൻസ് പ്രാക്ടിക്കലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, അന്ന് ഇലക്ട്രിസിറ്റിയാണ് ഫാരഡയുടെ വിഷയം. ഫാരഡെ ഇലക്ട്രിസിറ്റി വെച്ച് കുട്ടികളെ അത്ഭുതപ്പെടുത്തി. ഡോക്കിൻസ് ഈ ലെക്ചർ എല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇത് ഡോക്കിൻസ് പരിണാമം വെച്ച് കുട്ടികളെ അത്ഭുതപ്പെടുത്തുന്നത് കണ്ട് നമ്മൾ തരിച്ചിരുന്നു പോകുന്ന ഉഗ്രൻ വീഡിയോയാണ്. അതില് എന്തുകൊണ്ട് ശാസ്ത്രത്തിൽ വിശ്വസിക്കാം എന്ന് ഡോക്കിൻസ് നമുക്ക് കാണിച്ചു തരുന്നതാണ് കാണുന്നത്. ഡോക്കിൻസ് ഇതില് കാണിച്ചു തരുന്നത് എന്തുകൊണ്ട് ശാസ്ത്രത്തെ വിശ്വസിക്കാമെന്നാണ്. ഇതിന് തൊട്ടു മുമ്പ് സ്യൂഡോ സയൻസുകളെ ഡിബങ്ക് ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ കൂടെ ഉണ്ട്. പക്ഷെ അത് 5 മിനിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിന്റെ അകത്തേക്ക് കട്ട് ചെയ്ത് കയറ്റാത്തതാണ്. അത് വളരെ വലുതാണ്. ഈ വലിയൊരു ഓഡിയൻസിൽ ഹെഡ്സ് ഓർ ടെയിൽസ് ടോസ് ചെയ്തിട്ട് ആളുകളെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ലെഫ്റ്റിലുള്ളവർ ഹെഡ്സ് വിചാരിക്കുക, റൈറ്റിലുള്ളവർ ടെയിൽസ് വിചാരിക്കുക എന്ന് പറഞ്ഞിട്ട് ടെയിൽസ് വീഴുന്നവരില് പിന്നെ അവരെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു 100 പേരുണ്ടെങ്കിൽ നമുക്ക് 5 പ്രഡിക്ഷൻ അല്ലെങ്കിൽ 6 പ്രഡിക്ഷൻ ശരിയാക്കി ഒരു മനുഷ്യനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇൻ എ റോ. അപ്പോ ഈ ലാർജ് ഇനഫ് നമ്പേഴ്സ് മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഡെമോൺസ്ട്രേഷൻസ് പബ്ലിക്കായിട്ട് ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടത്. ഇതാണ് സയൻസ് ടീച്ച് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു ഉദാഹരണം മാത്രമാണ്. പിന്നെ ഇന്നലെ നമ്മുടെ ചേച്ചി പറഞ്ഞിരുന്നതിൽ ഉള്ളൊരു നമ്മുടെ യശ്പാലിന്റെ ഒരു കോട്ടിന് സിമിലർ ആയിട്ടുള്ള ഒരു കോട്ടാണ് സാഗം പറയുന്നത്. എല്ലാ കുട്ടികളിലും ഒരു അന്വേഷണത്വരയുണ്ട്. അത് നമ്മൾ നശിപ്പിക്കാതിരിക്കുക. ഈ അന്വേഷണത്വര വല്ല കാട്ടിലും ചെന്ന് കയറാതിരിക്കാനായിട്ടാണ് സയന്റിഫിക് മെത്തേഡ് വേണ്ടത്. അപ്പോ ശാസ്ത്രബോധമുള്ള ഒരു തലമുറ ശാസ്ത്രത്തിന് വേണ്ടി വേണം, സമൂഹത്തിന് വേണ്ടി വളർന്നു വരാൻ നമ്മൾ പരിശ്രമിക്കണം. എന്റെ ഇത് സഹിച്ചതിന് എല്ലാവർക്കും നന്ദി. ഞാനതിലൊരു വലിയ റെഫറൻസ് ഞാൻ ഉപയോഗിച്ച പുസ്തകങ്ങളിലൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ.
കാര്യമായിട്ടൊന്നും വായിച്ചിട്ടൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട്. എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് ഉത്തരം അറിയണം എന്നില്ല. കണ്ണൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. നമ്മുടെ ക്ലാസ് മുറികളിൽ പലപ്പോഴും ഈ പഠനം എന്ന് പറയുന്നത് ഒരു പാൽപ്പായസമാണ്, കുട്ടികൾ അങ്ങനെയാണ് അത് അനുഭവിച്ച് വേണം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു രീതിയില്ല. മെഡിക്കൽ കോളേജിലൊക്കെ ഞാനത് പഠിക്കുന്ന സമയത്ത് 1960കളിൽ ഉള്ള നോട്ട്സ് അതുപോലെ അധ്യാപകരെടുത്തിങ്ങനെ മേശപ്പുറത്ത് വയ്ക്കും. അവരൊരേ വായനയാണ്. ഈ വായന നമ്മൾ അതുപോലെ ഇരുന്ന് വളരെ വേഗത്തിൽ എഴുതുന്നു, നമ്മൾ ഛർദ്ദിക്കുന്നു. എന്തൊക്കെയോ പഠിച്ചു, കുറെ തവണ എന്തൊക്കെയോ കാണാതെ പഠിച്ചു. പക്ഷെ പിൽക്കാലത്ത് പ്രശസ്ത ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രാജശേഖരൻ നായരുടെ ഒരു 3-4 പുസ്തകങ്ങളുണ്ട് DC ബുക്സിന്റെ വക. അത് വായിക്കുമ്പോഴാണ് ന്യൂറോളജി എന്ന് പറയുന്നൊരു വിഷയം എങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിക്കാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പോട്ടെ, അത് അങ്ങനെ പോയി. പക്ഷെ ക്ലാസ് മുറികളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ സമുദായങ്ങൾ പണിയുന്ന സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിന് വേണ്ടിയുള്ള യോഗ്യത എന്ന് പറയുന്നത് 1 അതേ സമുദായാംഗമായിരിക്കണം, 2 കോഴ. ഇത്തരം ആൾക്കാർ പഠിപ്പിക്കുന്നത് ഒരിക്കലും വിദ്യാഭ്യാസമല്ല, മറിച്ച് വിദ്യാ ആഭാസമാണ്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ സർവീസ് കോഡില് ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇന്നേ ഒരു ഇന്ത്യൻ ടീച്ചർ സർവീസ് വന്നിട്ടില്ല. ITS എന്ന് പറയുന്ന ഒരു സംഗതി അതിനകത്ത് വേണം. കാരണം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വിദ്യാഭ്യാസ രീതി ഇന്ത്യയിൽ കുറച്ചുകൂടെ മെച്ചപ്പെടൂ. അംഗനവാടി തലം തൊട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ശോചനീയമാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗം. ഇതിനൊക്കെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൂടെയെങ്കിലും തന്നെ പോലെയുള്ളവർ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ആശയം കൂടുതൽ പേര് കണ്ടിട്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി. അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് പറയാൻ, ഇവിടെ മുമ്പ് സംസാരിച്ച ആളൊരു മാറ്റം ഒരിക്കലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരിക്കലും അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്നാണ് ഒരു അധ്യാപികയായ എന്റെ അഭിപ്രായം. കാരണം ഇന്ന് അധ്യാപക മേഖലയിലേക്ക് കടന്നു വരുന്നത് മറ്റെവിടെയും പ്രവേശനം കിട്ടാത്ത, മറ്റെവിടെയും ഒരു താല്പര്യപൂർവ്വം കയറി പറ്റാൻ കഴിയാത്ത ഒരു കുട്ടി മാത്രമാണ് ഒരു അധ്യാപകനാകാൻ, ഒരു അധ്യാപികയാകാൻ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ സമീപകാലത്തൊന്നും മാറ്റം വരില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്നിട്ടും കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ ഈ ശാസ്ത്രത്തിൻ്റെതായ രീതികൾ, നിരീക്ഷണ, പരീക്ഷണ, അപഗ്രഥന എന്ന രീതികളിലൂടെ കേരളത്തിലെ പാഠ്യപദ്ധതിയെ കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ ശ്രമം, വളരെ ചെറിയ ഒരു ശ്രമം തുടങ്ങിയപ്പോഴേക്ക് തന്നെ ശാസ്ത്രവാദികളെന്ന് അഭിമാനിക്കുന്ന യുക്തിവാദികൾ പോലും പോസ്റ്റ് മോഡേണിസ്റ്റുകൾ പോലും അതിനെ ചെറുത്തു തോൽപ്പിക്കുന്ന അനുഭവമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായത് എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുന്നത് നന്നായിരിക്കും. പിന്നെ എന്റെ സ്കൂളില് ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ അയാളുടെ ഒരു കുട്ടിക്കും പ്രതിരോധ കുത്തിവെപ്പ് പോലും എടുക്കാതെ അതിനെതിരെ പ്രചരണം നടത്തുന്ന ഒരു സോളിഡാരിറ്റിക്കാരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല എന്നുള്ളത്. ഒന്ന്, ഏറ്റവും അവസാനം പറഞ്ഞ ആള് ശാസ്ത്ര അധ്യാപകനാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അയാള് പഠിപ്പിക്കുന്ന എന്തായാലും ശാസ്ത്രമല്ല. അദ്ദേഹം പഠിപ്പിക്കുന്ന സാധനത്തിന് ശാസ്ത്രം എന്ന് വിളിക്കാൻ പറ്റില്ല, അത് മറ്റെന്തുമാണ്. പിന്നെ ഞാൻ പറയാൻ വന്നത്, എത്ര വേസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ടീച്ചിങ് എന്ന് തന്നെ ഉള്ളത് അവരെ പഠിപ്പിക്കാവുന്ന വിഷയമാണ്. ടീച്ചിങ് എത്ര മോശമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ഉദാഹരണം പറയുന്നുണ്ട്, വിശ്വാൻ ഡോക്ടറിന് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഡോക്ടർ ഏറ്റവും ആദ്യം യോഗമിഥ്യാഭ്രമം ക്ലാസ് എടുക്കുമ്പോൾ ആളിങ്ങനെ നിന്നിരുന്ന് പേടിച്ച് വിറച്ചിട്ട് എങ്ങാൻ ഊതിക്കഴിഞ്ഞ ആള് നിലത്ത് എന്നുള്ള രീതിയായിരുന്നു വിശ്വാൻ ഡോക്ടർ. നിങ്ങൾ ആ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കാം. എങ്ങനെ ഒരു പ്രാക്ടീസ് ഒരു നല്ല ടീച്ചറിനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ നമുക്കുള്ള മുമ്പിലുള്ള വലിയ ഉദാഹരണമാണ് ഇദ്ദേഹം. പ്രാക്ടീസാണ് ടീച്ചറിനെ ഉണ്ടാക്കുന്നത്, ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന നല്ല പ്രാക്ടീസാണ്. ആകെ വേണ്ടത് ശാസ്ത്രബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഈ ടീച്ചേഴ്സിൽ എങ്ങനെയെങ്കിലും നമുക്ക് ഇൻസ്റ്റിൽ ചെയ്യാൻ പറ്റുക. അത് നമ്മൾ സാധ്യമല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാതിരിക്കുകയുള്ളൂ. ചുമ്മാ നടന്നില്ലെങ്കിലും ഇപ്പൊ നമ്മള് സയൻസിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ ഒരു ജീവിതം അതിന് തന്നെ നമ്മുടെ സയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചിരിക്കുന്നതാണ്. സയൻസ് എഡ്യൂക്കേഷനും ഇതിന്റെ ഭാഗമാണെന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ഇതുവരെയുള്ള തീരുമാനം.
ഞാൻ ഇത് മാറ്റുമെന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ എന്റെ ഭാവി എങ്ങനെ പ്രവചിക്കുക? ഞാൻ നാടിയോഷണം മറ്റുമാണോ? എന്തായാലും ഞാനിപ്പോ ഉള്ള എന്റെ ചോയ്സ് അതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യം ഞാൻ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന എനിക്ക് ഒരിക്കലും വേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഈ സ്ലൈഡിൽ തന്നെ പറഞ്ഞിരുന്നു, ബിഗ് ബാങ് കഥയാണ് എന്ന് പറയുന്ന ആളുകളോട് ബിഗ് ബാങ് കഥയല്ല എന്ന് പറയാനുള്ള എന്താ പറയാ, പ്രപഞ്ചോൽപത്തി ഒരു കഥ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസന്റേഷൻ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അവിടെ അവതരിപ്പിച്ചിട്ടില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള നമ്മൾ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് അവരുടെ കഴിവിന്റെ പരമാവധി. എനിക്ക് മാത്രമായിട്ട് ഒരു ചേഞ്ചും കൊണ്ടുവരാൻ പറ്റില്ല. സയൻസിനോട് ഇഷ്ടമുള്ളവര്, സയൻസ് പഠിപ്പിക്കുന്നവര്, സയൻസ് മനസ്സിലാക്കുന്നവര് ഇതിനോട് വളരെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നന്ദി കണ്ണൻ, ഇത്രയും രസകരമായി നമ്മുടെ അവസാന സെഷൻ മാറ്റിയതിന്.